ഹലോ ഹായ്. അപ്പോൾ നമ്മളാണെങ്കിൽ ഒന്നുകൂടി തുടങ്ങാം അല്ലേ? ഇതൊക്കെ വെറൈറ്റി. ഹായ്. അപ്പം നമ്മളാണെങ്കിൽ നമ്മൾ നമ്മുടെ ഗീവ് അവേൻ്റെ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ പോവാണ്, ഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. സമ്മതിച്ചോ? നല്ല കാര്യം. അപ്പം നമുക്കിത് പാക്ക് ചെയ്യാനായിട്ട് ഇവിടെ ക്രേസി അലമ്മയുണ്ട്, പിന്നെ കുഞ്ഞിനാറ്റുമുണ്ട്. കുഞ്ഞിനാറ്റുണ്ട് ടീനി ടീനി ഹായ് പഞ്ഞി ഹായ് ഹായ് ഹായ്. ചക്കവും വരും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഇത് പാക്ക് ചെയ്യാം. അപ്പം ഞാൻ ആക്ച്വലി നാട്ടിൽ വന്നിട്ട് ഒരു ബോക്സ് വാങ്ങിക്കാൻ വേണ്ടി കുറേ നടന്നിട്ടുണ്ടായിരുന്നു, പാക്കേജിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് കിട്ടിയില്ല. ഇതാണ് കണ്ടോ, ഇങ്ങനത്തെ കുറച്ച് ബലമുള്ള കാർഡ്ബോർഡ് ബോക്സ് തപ്പി നടന്നിട്ടുണ്ടായിരുന്നു. ഇത് അടുത്ത ആൾ വന്നു. ഞങ്ങളിത് പാക്ക് ചെയ്ത് അയക്കുവാ. നമ്മുടെ നാത്തു പോയി ഗൈസ്, നാത്തുനെ മോഷ്ടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കുറേ ഇങ്ങനെ ഷോപ്പിലേക്ക് കയറി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പാക്കേജിങ് മെറ്റീരിയൽ ഒന്നും കിട്ടിയില്ല. ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് ബോക്സാണെന്ന് വെച്ചാൽ ഇത് ഞാൻ ഇവരുടെ മിൽക്ക് കൊണ്ടുവന്ന് പൗഡർ കൊണ്ടുവന്ന് ബോക്സ് ഞാൻ എടുത്തു. അപ്പോൾ ഇത് കുഴപ്പമില്ല, ഇതിൽ ആവും. ഇതാണ് അത്യാവശ്യം നല്ല സ്റ്റിഫായിട്ടുള്ള ബോക്സാണ്. അപ്പം സേഫായിട്ട് കാര്യങ്ങൾ എത്തും. നമുക്കിങ്ങനെ പൊട്ടുന്നൊന്നും ഇല്ല എങ്കിലും ഞാൻ വിചാരിച്ചു അതിനകത്ത് അയക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പാക്ക് ചെയ്യാൻ തുടങ്ങിയാലോ? യെസ്. അപ്പോൾ ആദ്യം നമുക്ക് ഓരോന്നിലേക്കും ഒരു ബൂട്ടീസ് ഇട്ടുള്ളൂ. പിന്നെ നമുക്കൊരു സുഡോ ക്രീം ഉണ്ട്, ഇത് ബേബീസിന് തേക്കുന്ന സാധനമാണ്. പിന്നെ ഒരു വെള്ളയുടെയും ഒരു നിക്കിൾ ബാം ഉണ്ട്, അത് നമ്മൾക്കുള്ളതാണ്. ഇനി നമുക്ക് വെക്കേണ്ടത് ഇതൊരു നാപ്പി ചേഞ്ചിങ് ബാഗാണ്. ക്ലാവോ അപ്പം നമുക്കത് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടുന്നത് ഇതൊരു ബ്ലാങ്കിയാണ്. നമുക്ക് ജെൻഡറൊന്നും അറിയില്ലല്ലോ, ന്യൂട്രലായിട്ടില്ല, വൈറ്റ്. അങ്ങനെ വെച്ചു. Then we have ഇത് ഒരു കംഫർട്ടറാണ്, അത് വെച്ചോളൂ. ആൻഡ് ലാസ്റ്റ് ബട്ട് ഒരു സെറ്റ് ഇതെന്താ ബോഡി സ്യൂട്ട്. ഏറ്റവും മുകളിൽ ഇതാക്കി വെച്ചു, ഇങ്ങനെ കറുത്ത് വെച്ചു. നമുക്ക് വെക്കാം. നമ്മുടെ ഫസ്റ്റ് ബാഗ്, നമ്മുടെ ഫസ്റ്റ് ബോക്സ് റെഡി ആയിട്ടുണ്ട്. സെക്കൻഡ് ബോക്സ് ചെയ്യാം. ബോക്സ് റെഡി. ബൂട്ടീസ് സുഡോ ക്രീം, നിക്കിൾ ബാം, നമുക്ക് മടക്കാനായിട്ട് വാങ്ങി. തൊട്ട് കുറച്ച് താത്തി വെച്ചു, ഇങ്ങനെ കമത്തി വെച്ചു, ഇത് കമത്തി പറഞ്ഞു വെച്ചു. നമുക്ക് ബോഡി സ്യൂട്ട്. അപ്പം നമ്മുടെ സെക്കൻഡ് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 ബോക്സ് റെഡിയായി. നമുക്കിനി ഇത് ഒട്ടിച്ചിട്ട് അയക്കണം. നമുക്ക് ഒരു ഇതുള്ളൂ. ഇനി എന്താണ്, നീ കാർഡ് കൊണ്ടുവന്നിട്ടില്ലേ? നമുക്ക് കാർഡ് വെക്കണം. എന്നിട്ട് അത് നല്ല ഹാൻഡ് റൈറ്റിംഗ് അല്ലേ, നീ എഴുതിക്കോ. നമുക്ക് ഒരു ബെസ്റ്റ് വിഷസ് കാർഡും കൂടെ അതിൽ വെക്കാം. വേറെ കാർഡൊക്കെ തപ്പിണ്ടായിരുന്നു, ഒന്നും കിട്ടിയില്ല, സെറ്റായില്ല.
അതിനകത്ത് ബെസ്റ്റ് വിഷസ് ഫോർ യു ന്യൂ ബോൺ. നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ളവരെ കൊണ്ട് എഴുതിക്കാം. യുവർ ന്യൂ ബോൺ. താഴെ എൻജോയ് എന്നിട്ടൊരു 3 കുത്തും. എൻജോയ് 3 കുത്ത്. എൻജോയ് കുത്ത്. ദാറ്റ്സ് ഇറ്റ്. നമുക്ക് ഈ കാർഡ് ഇതിനകത്ത് വെക്കാം അല്ലേ? ഓക്കെ. ഇതിനകത്ത് വരച്ചു. ഇങ്ങനെ താഴോട്ട് പോകുന്നുണ്ട്. ശരി. ഒരു വിശ്വസിൻ്റെ സ്പെല്ലിങ് വെച്ചില്ലടി. വേറെ എടുക്കും ഇഷ്ടംപോലെ ഉണ്ട്. WISH 2 വാങ്ങിയായിരുന്നെങ്കിലും ഇതിൽ ഇതില്ലേ ഇതിലും അതെ ഇതിൽ കറക്റ്റ്. എന്ത് ഇതുണ്ടോ ഇവിടെ ഇരിക്കുന്നത്? അത് നോക്കി എഴുതിയാൽ മതിയായിരുന്നു എനിക്ക്. കാണാവോ? കണ്ടു. അതിൻ്റെ സെയിം തന്നെ ഇതിലിട്ടു. അപ്പം നമുക്ക് ഇത്രേ ഉള്ളൂ. ഇനി നമുക്കിത് സീൽ ചെയ്യണം, പാക്ക് ചെയ്യണം, എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അയക്കണം. അഡ്രസ്സ് എഴുതണം. അഡ്രസ്സ് എഴുതണം. അത് കഴിഞ്ഞ് പോസ്റ്റ് കൊണ്ട് അയക്കണം. കറുത്തിരിക്കുന്ന നമ്മൾ ഞാനത് ഇവിടെ വെട്ടില്ല. ഞാനത് ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടാൽ മതി. പക്ഷേ എഡിറ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം റെക്കോർഡിങ്ങില്ല. ഞാനത് കേട്ടു. പിന്നെ നീ ഉള്ളതുകൊണ്ട് പറയാൻ പറ്റില്ല. പ്രാവശ്യം കൂടിയതൊന്നും. എന്താ സുന്ദരി പെൺപിള്ളേരെ കാണുമ്പോഴുള്ള ആണുങ്ങൾ വരുന്നത് അത്രയ്ക്ക് സുന്ദരിയൊന്നുമല്ല. അയ്യോ ഇതൊക്കെ എനിക്ക് കിട്ടില്ലേ? ഇതൊക്കെ ഇടാൻ പോണു. കിടക്കട്ടെ. അടുപ്പിച്ച് പിടിക്കുക. കുറച്ച് ഞെക്കി പിടിച്ചെടുത്തോട്ടെ. ഇവിടെ നിന്ന് ഇങ്ങനെ. അപ്പം നമ്മളിത് ഐശ്വര്യമായിട്ട് പിടിക്കാൻ പോകുന്നതാണ്. വിളിച്ചൊന്നും പറ്റില്ല. അത് ബേബി സിന്തസിസ് ആണ്. ബേബി സിന്തസിസ്. ഇവിടെയുള്ള നമുക്ക് വിളിച്ചു. ഇതാണ് നടക്കുക. ഓക്കെ. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലൂടെ ഒന്ന് ഒട്ടിച്ചേക്കാം. സീലാണ്. പക്ഷെ ഒന്ന് ഒട്ടിച്ചേക്കാം. ഇനി മുകളിൽ പൊട്ടിയാലും കുറച്ച് നീളത്തിൽ ഒട്ടിച്ചു. നമ്മളെ ഇങ്ങനെ ഒന്നുകൂടെ ഇതിൻ്റെ മുകളിൽ ഒന്നുകൂടെ ഒട്ടിച്ചിട്ട്
ഇവിടെ ഓരോന്ന് പൊട്ടിച്ചു ഈ പോർഷൻ തൊട്ടാണ്. ഇത് കിട്ടുന്നവർക്ക് പോലും തുറക്കാൻ പറ്റില്ല. അതാണ് നമ്മുടെ ഉദ്ദേശം. ഇതാണ് കേട്ടോ. ഇതോടെ ആദ്യത്തെ ന്യൂട്രാമജീൻ്റെ പെട്ടി റെഡി ആയിട്ടുണ്ട്. ഇത് ന്യൂട്രാമജീൻ അല്ല കേട്ടോ, ഇതിനകത്താണ് നമ്മുടെ ഗിവ് അവേ ഗിഫ്റ്റ്സ് ഉള്ളത്. നമുക്ക് രണ്ടാമത്തെ ന്യൂട്രാമജീൻ്റെ പെട്ടി എടുക്കാം. ഏത് സൈഡിലാണ്? ഈ സൈഡിലാണ്. എങ്ങനെ പാല് അവന് പാല് കുടിക്കാറായോ? പിന്നെ 3 മണിയാകുമ്പോ അന്ന് പാലെടുക്കാം. ഞാൻ എന്താണ് പാലെടുത്തോ? ഇന്ന് ഷോർട്ട് ബ്രേക്ക് ഗൈസ്. ഡ്യൂട്ടി കോളി അമ്മച്ചി വരൂ. അമ്മച്ചി ഓടി. നമ്മളെ കണ്ടില്ലല്ലോ. അതുകൊണ്ട് ഹായ് പറഞ്ഞിട്ട് കൈ വൈകി കൊച്ചിലെ പാല് കൊടുത്തു. ഹായ് ഗൈസ്, ബൈ ഗൈസ്. പാല് കുടിച്ചാൻ പോട്ടെ കേട്ടോ. നമ്മൾ ഫുൾ ഒട്ടിച്ചല്ലേ. ഇത് മൊത്തം പൊട്ടിക്കാത്തതുകൊണ്ടാണ് അല്ലേ. അപ്പോൾ ഗൈസ് നമ്മൾ ബോക്സൊക്കെ റെഡിയാക്കി. ഇനിയിപ്പോൾ നമുക്കിത് വഴിയിൽ പോയി സെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് സെൻഡ് ചെയ്യാൻ പോകുമ്പോൾ കാണാം. ബൈ. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഗിവ് അവയുടെ പാക്കേജസ് സെൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ DTDCയിലേക്കാണ് പോകുന്നത് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ അവർക്കത് നമ്മളുടെ വിന്നേഴ്സിനത് കിട്ടുമെന്ന് വിചാരിക്കുന്നു. എനിവേ അപ്പോൾ നമ്മൾ 81 പോവാണ് DTDCയിൽ ഇത് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചേച്ചി 2 പാർസൽ അയക്കാനാണ്. എന്താ സാധനം? ഇതിനകത്ത് ഡ്രസ്സ് സാധനങ്ങളൊക്കെ, ഒരു ബാഗ്, ഒരു ഷൂസ്, ഒരു ബേബി ഹാമ്പർ. വീഡിയോ ഇത്ര നേരം ഓണായിരുന്നു. നമ്മൾ DTDCയുടെ ഓഫീസിലാണ് ഉള്ളത്, കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫൈനലി കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും നമ്മൾ ഗിവ് അവേൻ്റെ ഗിഫ്റ്റ്സ് എല്ലാം അയച്ചു. 2 പേരെയായിരുന്നു നമ്മൾ വിന്നേഴ്സ് വെച്ചിരുന്നത്. 2 പേർക്കും അയച്ചിട്ടുണ്ട്. ഞാൻ വന്ന സമയത്ത് എനിക്ക് പേഴ്സണലി കുറച്ച് ചലഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്കിത് അയക്കാൻ പറ്റുമോ എന്നുള്ളത് തന്നെ ഒരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. എനിവേ നമുക്ക് എന്തായാലും എല്ലാം അയക്കാൻ പറ്റി. അപ്പോൾ കിട്ടുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ലോത്ത്സ് വാഷ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.